നമസ്കാരം. സംഘികൾ പതിവ് തെറ്റിച്ചില്ല. ആടുജീവിതം തിയേറ്ററിലെത്തിയതും സിനിമ പൊട്ടയാണ്, രാജുവിൻ്റെ പടം കാണാൻ ആരും കയറരുത് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം കലാപരിപാടിയുമായി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി ബില്ലൊക്കെ പാസ്സായപ്പോൾ, ലോക്സഭയിൽ പാസ്സായപ്പോൾ, രാജ്യസഭയിൽ പാസ്സായപ്പോൾ, ഇവിടെ വലിയ പ്രതിഷേധമുയർന്നപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ സംസാരിച്ച, പ്രതിഷേധമറിയിച്ച ഒരു നടനാണല്ലോ പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് എത്ര നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാലും, എത്ര നല്ല സിനിമ തിയേറ്ററിലെത്തിയാലും ആ സിനിമ 8 നിലയിൽ പൊട്ടിക്കുക എന്ന അജണ്ടയാണ് സംഘികളുടെ അജണ്ട. അതുകൊണ്ട് അവർ എത്ര മനോഹരമായ ഒരു സിനിമ ഇറങ്ങിയാലും ആ സിനിമ മോശമാണെന്ന് പ്രചരിപ്പിക്കും. ഇന്ന് രാവിലെ ഞാനും ആടുജീവിതം കാണാൻ പോയി. അതായത് ബെന്യാമിൻ്റെ ആടുജീവിതം വായിക്കാത്തവരായി ആരും തന്നെ കാണില്ല. ആ നോവൽ വായിച്ചവരൊക്കെ നജീബിനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുമുണ്ട്. ആ നോവൽ അങ്ങനെ തന്നെ സിനിമയാകുമ്പോൾ 100% ബ്ലസ്സി നീതി പുലർത്തിയെന്ന് പറയാതെ വയ്യ. അതിമനോഹരമായി തന്നെ ആ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് നജീബായി അഭിനയിച്ച പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഞെട്ടിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇയാൾക്ക് ഒരു ഓസ്കാർ കിട്ടേണ്ടത് തന്നെയാണ് എന്ന സിനിമ കണ്ടപ്പോൾ തോന്നി. ഇത്തവണത്തെ സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും ഓസ്കാർ അവാർഡുമൊക്കെ പൃഥ്വിരാജിന് കൊടുത്തേ മതിയാകും. അത്രമാത്രം അതിഗംഭീരമായിട്ടുള്ള ഒരു അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നടൻ എങ്ങനെയാകണം എന്ന് ചോദിച്ചാൽ ആ സിനിമ കാണിച്ചത് ഇങ്ങനെയാകണമെന്ന് ധൈര്യമായി പറയാം. ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ ഒന്ന് കാണണം. അതായത് നാട്ടിലുള്ളപ്പോൾ നജീബിൻ്റെ ഒരു ശരീരഭാഷ, അതിനുശേഷം അദ്ദേഹം ഈ പ്രവാസ ജീവിതത്തിൽ പല കൊടിയ യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭക്ഷണമൊന്നും കിട്ടാതെയുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫ്, അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നമുക്ക് നോക്കുമ്പോൾ ഇതിൽ പൃഥ്വിരാജ് ഒരു ന്യൂഡായിട്ട് നടക്കുന്ന ഒരു സീനുണ്ട്. ഫൈനലി ഒരു ക്ലൈമാക്സ് സീനിൽ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ എല്ലും തോലും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ കഠിനാധ്വാനമാണ്. അതൊക്കെ ആ സിനിമയിൽ കാണുമ്പോൾ നമ്മുടെ പോലും കണ്ണു നിറഞ്ഞു പോവുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി ദുബായിലേക്ക് കടന്ന നജീബിന് പക്ഷേ ദുബായ് ഒരു നരകം തന്നെയായിരുന്നു, നരക ജീവിതം തന്നെയായിരുന്നു. നജീബിൻ്റെ ആ നരക ജീവിതം അതുപോലെ തന്നെ വരച്ച് കാണിക്കാൻ, അതുപോലെ തന്നെ ദൃശ്യവൽക്കരിക്കാൻ ബ്ലസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം നജീബ് അനുഭവിച്ച ആ നരക ജീവിതം അതുപോലെ തന്നെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനും പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന് കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതിയിലൂടെയാണെങ്കിലും ശരീരഭാഷയിലൂടെയാണെങ്കിലും അങ്ങനെ A to Z കാര്യം എടുത്തു നോക്കിയാലും അതിഗംഭീരമായ പെർഫോമൻസ് എന്ന് പറയാതെ വയ്യ. ഒപ്പം സിനിമയുടെ BGM, അതുപോലെ തന്നെ സിനിമയുടെ തിരക്കഥ, സംവിധാനം, ക്യാമറ, സിനിമോട്ടോഗ്രാഫി, അങ്ങനെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും നമുക്ക് ഒരു തെറ്റ് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. സിനിമയിലെ ചില സീനുകളൊക്കെ ഉണ്ട്. അതായത് ഈ മരുഭൂമിയിലൂടെ പാമ്പ് വരുന്നൊരു സീനുണ്ട്, പാമ്പ് ഇങ്ങനെ ആക്രമിക്കാനായിട്ട് വരുന്ന സീൻ. അതുപോലെ തന്നെ അവിടെ ചുഴലിക്കാറ്റ് കാണിക്കുന്നു. അതുപോലെ തന്നെ കുറേ സീനുകളുണ്ട്. ആ സീനുകളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇതൊരു എന്താ പറയുക, ഒരു ലോകോത്തര സിനിമ എന്നൊക്കെ പറയാമല്ലോ. നമുക്ക് എന്താ പറയുക, ഒരു ലോക സിനിമകളുടെയൊക്കെ കൂട്ടത്തിൽ കൂട്ടാവുന്ന ഒരു മികച്ച ദൃശ്യാനുഭവം തന്നെയാണ് എന്തായാലും ഈ സിനിമ എന്ന് പറയാതെ വയ്യ. ആടുജീവിതം ഇത്തവണ ഓസ്കാറിന് പരിഗണിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. കാരണം അത്രത്തോളം ഡെഡിക്കേഷനും അത്രത്തോളം ഒരു പെർഫെക്ഷനും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. പക്ഷേ ഒരുപക്ഷെ സംസ്ഥാന അവാർഡ് ആടുജീവിതത്തിന് കിട്ടുമായിരിക്കും, പക്ഷേ നാഷണൽ അവാർഡ് കിട്ടുമോ എന്ന കാര്യത്തിലൊക്കെ സംശയമാണ്. കാരണം നമ്മുടെ നാഷണൽ അവാർഡിനെ പറ്റിയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. 24 മണിക്കൂറും ഇത്തരം ഈ വർഗീയതക്കെതിരെ അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പൃഥ്വിരാജിനെ പോലൊരു നടൻ എന്തൊക്കെ കാണിച്ചാലും അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടുമോ എന്ന കാര്യത്തിലൊക്കെ സംശയമാണ്. നമുക്കറിയാമല്ലോ, നമുക്കിവിടെ ഒരു മികച്ച നടനുണ്ടല്ലോ, മമ്മൂട്ടി. അദ്ദേഹത്തിന് പത്മ പുരസ്കാരം പോലും കൊടുക്കാത്ത ടീംസാണ്. ആ ടീംസൊക്കെ ഈ പൃഥ്വിരാജ് കാണിച്ചിരിക്കുന്ന ഈ പെർഫോമൻസിന് നാഷണൽ അവാർഡ് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയാൽ കിട്ടി, അത്ര തന്നെ. അതിനപ്പുറത്തേക്ക് വേറൊന്നും പ്രതീക്ഷിക്കേണ്ട. സ്ഥിരം ചില സംഖ്യക്കുട്ടന്മാരുണ്ടല്ലോ, അവന്മാർക്ക് മാത്രമേ നാഷണൽ അവാർഡുകൾ കിട്ടൂ എന്നറിയാം. പക്ഷേ ഓസ്കാർ വേദിയിൽ എന്തായാലും ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയേ പറ്റൂ. കാരണം അത്രമാത്രം നല്ല മികച്ച പെർഫോമൻസ് ആണ്. പിന്നെ ഈ സിനിമ കാണാൻ പോകുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നെഗറ്റീവ് റിവ്യൂകൾ കൊണ്ട് സംഖ്യകൾ അങ്ങ് മെഴുകുകയാണ്. നിങ്ങൾ അത് കണ്ടൊന്നും ഇരിക്കേണ്ട. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, ധൈര്യമായിട്ട് നിങ്ങൾക്ക് സിനിമ പോയി കാണാം. ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചിട്ടുള്ള ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ബുക്കിൽ വായിക്കാത്തുള്ള ആ നോവലിൽ കാണാത്ത പല കാഴ്ചകളും എന്തായാലും ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ഒപ്പം ഈ സിനിമ ഒട്ടും നമ്മൾ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ രാഷ്ട്രീയം എന്തുവാകട്ടെ, പക്ഷേ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ഇഷ്ടമല്ലാത്തവർ ആ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ നിങ്ങളോടൊക്കെ പുച്ഛമല്ലാതെ വേറൊന്നും തോന്നുന്നില്ല. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ, മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനകരമാകുന്ന രീതിയിലുള്ള ഒരു മികച്ച ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ആടുജീവിതം. അങ്ങനെ ഒരു സിനിമയെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ സംഘികൾ ശ്രമം നടത്തുമ്പോൾ ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു വിശകലനം, നിങ്ങളുടെ ഒരു പ്രതികരണം, നിങ്ങളുടെ ആ അനുഭവം നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഇടാവുന്നതാണ്. ഞാൻ ഈ സിനിമ റിവ്യൂ ചെയ്യാനായിട്ട് ഇരുന്നതൊന്നുമില്ല. കാരണം ഞാനിന്ന് ഉച്ചയ്ക്ക് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സുമായിട്ട് സിനിമയ്ക്ക് പോയി. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീല് തോന്നി. കാരണം ഇത് ഗംഭീര പടമാണ്. ഇതൊരു
ഓസ്കാർ കിട്ടുന്ന സിനിമയാണ് എന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നോക്കുമ്പോൾ സംഘികളൊക്കെ ഇരുന്ന് ഈ പടത്തിനെ അങ്ങ് നശിപ്പിച്ച് കൂട്ടുകയാണ്. എന്തിന്റെ പേരിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിലാണ്. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. സിനിമയും രാഷ്ട്രീയവും രണ്ടും രണ്ടായിട്ട് കാണണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ, ഒരു റിവ്യൂ ചെയ്യാനായിട്ടുള്ള കാരണം. ഞാൻ ആ സിനിമയ്ക്ക് 5-ൽ എത്ര റിവ്യൂ കൊടുക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5-ൽ 5 തന്നെ കൊടുക്കും. കാരണം അതിനുള്ളതൊക്കെ ആ സിനിമയിലുണ്ട് എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്തായാലും വീണ്ടും കാണാം.